ബഹുമാന്യനായ തഴവ ഉസ്താദിൻ്റെ മകൻ സലാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. സലാം തഴവ ഉസ്താദിനെ പോലെ തന്നെ വയലൊക്കെ പറയും. അങ്ങനെ തഴവ ബഹുമാനപ്പെട്ട സലാം തലശ്ശേരിയിൽ ഓതിപ്പഠിക്കുന്ന കാലത്ത് അവിടുന്ന് വണ്ടിക്കൂലിക്ക് കാശില്ലാത്തത് കൊണ്ട് അവിടുന്ന് ഒരു പോസ്റ്റ് കാർഡ് എടുത്തുകൊണ്ട് കത്തെഴുതുകയാണ്. എന്താ എഴുതിയത്? 100 rupees, എനിക്ക് 100 രൂപ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഇംഗ്ലീഷിലാണ് എഴുതിയത്. അങ്ങനെ കത്ത് തഴവയുടെ അടുക്കൽ കൊല്ലം വന്നു. അങ്ങനെ കത്ത് പോസ്റ്റ്മാൻ കൊടുത്തു. ഒരു കാർഡ്, പോസ്റ്റ് കാർഡ് കൊടുത്തപ്പോൾ തഴവ അവിടെ മേശമാടെ വെച്ചു. അത്ര കാര്യമാക്കിയില്ല, കാരണം ഇംഗ്ലീഷിലാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ വീണ്ടും തഴവ ഉസ്താദിൻ്റെ മകൻ പൈസ കാണാത്തത് കൊണ്ട്, കാശ് കാണാത്തത് കൊണ്ട്, പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാത്തത് കൊണ്ട് വീണ്ടും ഒരു കത്ത് എഴുതി പോസ്റ്റ് കാർഡിൽ. അപ്പോൾ മലയാളത്തിലാണ് എഴുതിയത്. അപ്പോൾ അതിന് മുമ്പ് തഴവ ഉസ്താദിൻ്റെ ഒരു 2 വരിയും എഴുതി. എന്താണത്? കത്തിന് മറുപടി ഏവനും അയക്കേണ്ടതാ, റദ്ദുസലാം പോലുള്ള ഹക്കതിനുള്ളതാ. ഈ കാർഡ് മഹാനായ തഴവ ഉസ്താദിൻ്റെ കൈവശം ലഭിച്ചപ്പോൾ അങ്ങനെ നോക്കി. അപ്പോൾ അങ്ങനെ കത്തിന് മറുപടി ഏവനും അയക്കേണ്ടതാ, റദ്ദുസലാം പോലുള്ള ഹക്കതിനുള്ളതാ, എന്നിട്ട് 100 റുപ്യ വേണമെന്ന് എഴുതിക്കണം. അപ്പോൾ തഴവ ഉസ്താദിന് മനസ്സിലായി. അപ്പം മുമ്പ് വന്ന കത്തെടുത്ത് നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ 100 റുപ്യ ആവശ്യപ്പെട്ടുകൊണ്ടാണ് എഴുതിക്കുന്നത്. ഉടനെ തന്നെ നിമിഷകവിയായ മഹാനായ തഴവ ഉസ്താദ് പോസ്റ്റ് കാർഡിൽ അത് എടുത്ത് എഴുതുകയാണ്. എന്താ എഴുതിയത്? തിരിയാത്ത ഭാഷയിൽ കത്തയച്ചാൽ നടപടി, ലഭിക്കുന്നതല്ല അതിന് മറുപടി ഉടനടി എന്ന് പോസ്റ്റ് കാർഡിൽ എഴുതി കത്തയച്ചു കൊടുക്കുകയും ചെയ്തു, 100 റുപ്യ അയച്ചു കൊടുക്കുകയും ചെയ്തു. അതാണ് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്.